ആഗോള രംഗത്തെ പുത്തൻ പ്രവണതകളും വിജ്ഞാന സമ്പദ്ഘടനയിലെ കുതിപ്പും നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. മലയാളക്കരയ്ക്കും ഈ മാറ്റങ്ങളിലേക്ക് പത്തരമാറ്റു വേഗത്തിൽ മാറേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ നവീനമായ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷിക്ക് യോജിക്കുന്ന തരത്തിൽ കൈപിടിച്ച് നടത്താൻ കാര്യക്ഷമമായ ഒരു മിഷൻ സംസ്ഥാനത്തിന്റെ അനിവാര്യതയായി. ഇത്തരത്തിൽ ലോകോത്തര മാതൃകയിൽ സംസ്ഥാനത്ത് ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയും കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷിക്ക് ഉതകുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സാങ്കേതിക അടിത്തറ വികസിപ്പിച്ചും നാം മുന്നോട്ടു പോവുകയാണ്. സംസ്ഥാനത്തും ഇന്ത്യയിലും വിദേശത്തും ലഭ്യമായ തൊഴിലവസരങ്ങൾ കേരളത്തിലെ തൊഴിൽ അന്വേഷകർക്ക് ലഭ്യമാക്കുന്നതിനായി ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് DWMS എന്ന പ്ലാറ്റ്ഫോം തയ്യാറാക്കി. തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും ഒരുമിച്ച് അണിനിരത്തുന്ന DWMS പ്ലാറ്റ്ഫോമിന് രാഷ്ട്രപതിയുടെ പക്കൽ നിന്നുള്ള പ്ലാറ്റിനം അവാർഡും ലഭ്യമായിട്ടുണ്ട്. സമ്പന്നമായ ഒരു വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനമാണ് വികസിത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യഘട്ടം. സാങ്കേതിക അടിത്തറയിലെ സമൂലമായ നവീകരണവും ഒപ്പം വിജ്ഞാനസാന്ദ്രമായ വ്യവസായങ്ങൾക്ക് തുടക്കമിട്ടും സേവനങ്ങൾ പരിപോഷിപ്പിച്ചും കേരളത്തിന്റെ സമ്പദ്ഘടനയെ ശാക്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പ്രധാനമായും 3 മേഖലകൾക്കാണ് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകുന്നത്. കേരളത്തിന്റെ പശ്ചാത്തല രംഗത്തെ പിന്നോക്കാവസ്ഥ ദൂരീകരിച്ച് മുന്നേറുന്നതിനുള്ള കിഫ്ബി നിക്ഷേപമാണ് ആദ്യത്തേത്. വിജ്ഞാനോൽപാദനത്തിലും നൂതന വിദ്യകളിലും ഊന്നിക്കൊണ്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണമാണ് രണ്ടാമത്തേത്. മൂന്നാമതായി വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും നൈപുണ്യ വികസനവും. നൈപുണ്യം നേടിയവരെ വേഗത്തിൽ തൊഴിൽ നേടുന്നതിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ജനകീയ പ്രസ്ഥാനമാണ് വിജ്ഞാന കേരളം എന്ന ജനകീയ തൊഴിൽ ദാന പദ്ധതി. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വിജ്ഞാന കേരളം പരിപാടി മുന്നോട്ടു പോകുന്നത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി ഈ ക്യാമ്പയിനെ പ്രധാനമായും 2 ട്രാക്കുകളാക്കി തിരിച്ചിരിക്കുന്നു. ആദ്യമായി തൊഴിൽ അന്വേഷകരെ മൊബിലൈസ് ചെയ്യുക എന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതോടൊപ്പം തൊഴിൽ മേളകൾ വിജയകരമായി സംഘടിപ്പിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യും. 2025 അവസാനത്തോടെ 3 മുതൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ നേടുന്നതിന് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രാപ്തമാക്കുകയാണ് ഇതിൽ ലക്ഷ്യമിടുന്നത്. നവീനകാലത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായി ഉദ്യോഗാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് രണ്ടാമത്തേത്. അടുത്ത വർഷം 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് കരിക്കുലത്തിന് പുറമെ തൊഴിലെടുക്കാൻ ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകുകയും ലക്ഷ്യം വയ്ക്കുന്നു. ഈ 2 ട്രാക്കുകൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ജില്ലാതല ഏകോപനം നിർവഹിക്കുന്നത് ജില്ലാ വിജ്ഞാന കൗൺസിലാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഈ കൗൺസിലിന്റെ ഘടന. ദൗത്യം ഏകോപിപ്പിക്കുകയും വേണ്ട നടപടികൾ നിയമാനുസൃതമായി സ്വീകരിക്കുകയും ഈ കൗൺസിലിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ആദ്യ ട്രാക്കായ തൊഴിൽ അന്വേഷകരെ മൊബിലൈസ് ചെയ്യലും തൊഴിൽ മേളകളുടെ നടത്തിപ്പും ഇതിനോടകം സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ശ്രേണിയിലെ ആദ്യ തൊഴിൽ മേള ആലപ്പുഴയിൽ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. 8,000-ഓളം ഉദ്യോഗാർത്ഥികളും 125-ഓളം കമ്പനികളും പങ്കെടുത്ത മെഗാ ജോബ് ഫെയർ ആയിരുന്നു ആലപ്പുഴയിൽ നടന്നത്. മേളയിൽ 1,800 പേർക്ക് തൊഴിൽ നൽകുകയും 2,500 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ സമാനമായ തൊഴിൽ മേളകൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സംഘടിപ്പിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ തൊഴിലിലേക്ക് നയിക്കുന്ന നൈപുണ്യ വികസനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളായ ലിങ്ക്ഡിൻ, കോഴ്സ്റ ഫൗണ്ടഡ് എന്നിവയുമായി സഹകരിച്ച് ജോബ് റോളുകളുടെ അടിസ്ഥാനത്തിൽ കോഴ്സുകൾ നൽകുന്ന ടാലന്റ് ആക്സിലറേറ്റർ പ്രോഗ്രാം, വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അഭിമുഖങ്ങൾക്ക് തയ്യാറാക്കാനും ഉതകുന്ന വർക്ക് റെഡിനെസ് പ്രോഗ്രാം, ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് സ്കോർ പ്രോഗ്രാം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനങ്ങൾ, വ്യവസായ പങ്കാളികളുടെ നേതൃത്വത്തിൽ മോക്ക് ഇന്റർവ്യൂ, ജോബ് റോളുകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും തയ്യാറെടുക്കാനുമായി ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നിവ ഈ പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി നൽകും. വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള പ്രൊഫഷണലുകളുടെ മെന്ററിംഗ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നത് വിജ്ഞാന കേരള പരിപാടിയുടെ പ്രത്യേകതയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പ് അധ്യയന വർഷത്തിൽ പൈലറ്റ് പരിശീലന പരിപാടിയിലൂടെ 25,000 വിദ്യാർത്ഥികൾക്ക് നൈപുണ്യം നൽകാനും ഇവരെ തൊഴിൽ അഭിമുഖങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒരു ഗ്ലോബൽ ടാലന്റ് ഹബ് ആക്കി കേരളത്തെ മാറ്റിത്തീർക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യം വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ കൈവരിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം.